എം.പി. രാജേഷ്, KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. RSSും അല്ലെങ്കിൽ ഗവർണറും സെനറ്റ് പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെ. തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴും KPCC പ്രസിഡന്റായിട്ടിരിക്കുകയാണ്. ആ പ്രസ്താവന വന്ന് 24 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹം KPCC പ്രസിഡന്റായിരിക്കുന്നു എന്നത് കോൺഗ്രസിൻ്റെ പാപ്പരത്വത്തിൻ്റെ തെളിവാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവടക്കം ആരെങ്കിലും പറഞ്ഞോ അതിനെക്കുറിച്ചൊരു വാക്കുരിയാടിയോ? ഹൈക്കമാൻഡും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരും വ്യക്തമാക്കണം, ഇത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണോ? ഒന്നുകിൽ ഇത് ഔദ്യോഗിക നിലപാടാണെന്ന് പറയണം. അല്ല, ഔദ്യോഗിക നിലപാട് ഇതല്ല എങ്കിൽ സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് തുടരുന്നത് എങ്ങനെ? അദ്ദേഹത്തെ നടപടിയെടുക്കുമോ? അതാണ് അറിയേണ്ടത്, കേരളത്തിന് അറിയേണ്ടത്. എത്രാമത്തെ തവണയാണ് സുധാകരൻ സംഘപരിവാർ അനുകൂല നിലപാടെടുക്കുന്നത്? അല്ല, ഇതുള്ളത് കൊണ്ട് തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാചകം രസമായി. അതായത് കെ സുധാകരൻ വീണ്ടും കൽബ് കീഴടക്കി, ബ്രാക്കറ്റിൽ RSSന്റെ. അതെ, എന്നാണ് കണ്ടൊരു വാചകം. അത് നമ്മുടെ ഒരു ദൃശ്യമാധ്യമം കഴിഞ്ഞ ദിവസം ആവേശഭരിതമായിട്ട് ഗവർണർക്ക് കൊടുത്ത ഒരു നിർവചനം, ഗവർണറുടെ മിഠായി തെരുവ് നാടകത്തെ വിശേഷിപ്പിച്ചതായിരുന്നു. കൽബ് കീഴടക്കി ഗവർണർ അല്ലേ, മധുര പ്രതികാരം എന്നൊക്കെ. അപ്പോൾ അത് രോമാഞ്ചം കൊണ്ടൊരു മാധ്യമത്തിൻ്റെതാണ്. അപ്പോൾ ആ മാധ്യമത്തിൽ ഇരിക്കുന്നവരുടെ കൂടി ഇത് മനസ്സാണത് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ഗവർണറും സുധാകരനൊക്കെ തമ്മിലുള്ള മത്സരമാണ് ഈ കൽബ് കീഴടക്കാൻ, RSSന്റെ കൽബ് കീഴടക്കാൻ. ഗൗരവമായിട്ട് കണ്ടാൽ ഇതുപോലൊരാൾ പരസ്യമായിട്ട് RSSന് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ KPCC പ്രസിഡൻ്റായിരിക്കുന്നു എന്നത് കേരളത്തിലെ കോൺഗ്രസ് എവിടെ എത്തിച്ചേർന്നു എന്നതിൻ്റെ ഉദാഹരണമാണത്. എവിടെയാണ് കേരളത്തിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്നത്? അങ്ങനെ ഒരു പ്രസ്താവന സുധാകരന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ മിനിസ്റ്റർക്ക് അത്ഭുതം തോന്നിയിരുന്നു. എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്നൊരു ചിന്ത വന്നിരുന്നു. ഈ സുധാകരനല്ലേ പറഞ്ഞു എനിക്ക് തോന്നി ഞാൻ BJPയിൽ പോകും എന്ന്. അതിൽ നിന്ന് അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളെ ചുമക്കുന്നല്ലോ കോൺഗ്രസ് എന്നതിലാണ് ഇപ്പോഴും അത്ഭുതം തോന്നുന്നത്. ഒരു വാചകം കൂടി നമ്മൾ ചേർത്ത് വായിക്കാം. ഒരു വാചകം കൂടി ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നു. രാഹുൽ ഗാന്ധി AICC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് രാജിവെച്ചല്ലോ. രാജിവെച്ച സമയത്ത് എഴുതി രാജിക്കത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: RSSനെതിരായ പ്രത്യയശാസ്ത്ര പോരാട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് എനിക്ക് പിന്തുണ കിട്ടിയില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി. രാജിവെക്കാൻ ഒരു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞു വന്നതാണ്. അപ്പോൾ അതാണ് കോൺഗ്രസ് എന്ന് നമ്മൾ കാണണം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എക്കാലത്തൊരു പകുതി RSS ആണ്, ഇപ്പോൾ ഏറെക്കുറെ മുഴുവൻ RSS ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. പണ്ട് നെഹ്റു വിദേശത്ത് പോയ സന്ദർഭത്തിലാണ് സർദാർ പട്ടേൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്നിട്ട് RSSകാർക്ക് കോൺഗ്രസിൽ കൂടി മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചത്. നെഹ്റു തിരിച്ചു വന്നിട്ട് ക്ഷുഭിതനായി ഇടപെട്ടിട്ടാണ് ആ തീരുമാനം പിന്നീട് മാറ്റുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ദിരാഗാന്ധി കാലത്ത് ദേവർസുമായിട്ടുള്ള ചർച്ചകൾ നടന്നതിനെക്കുറിച്ച് എജി നൂറാണി എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തെ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ ചെങ്കോട്ട പ്രസംഗത്തെ പുകഴ്ത്തിക്കൊണ്ട് അന്നത്തെ RSS സർസംഘചാല കത്തെഴുതി. ഈ RSSകാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ബ്രിട്ടീഷുകാർക്കും കത്തെഴുതിയിട്ടുണ്ട്, അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിക്കും കത്തെഴുതിയിട്ടുണ്ട് ഇവർ. അപ്പം അങ്ങനൊരു പരസ്പര ബന്ധം എക്കാലത്തുമുണ്ട്. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇത് തിരുത്താനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, നടപടിയെടുക്കാനാവുമെന്ന് വിചാരിക്കുന്നില്ല. അല്ല, അങ്ങനെ എഴുതിയ രാഹുൽ ഗാന്ധി പോലും കേരളത്തിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം. എന്നിട്ട് പോലും കേരളത്തിന്റെ മണ്ണിൽ ഈ വിധം വളരെ പരസ്യമായ ഒരു ഒത്തുചേരൽ അദ്ദേഹത്തിന് മനസ്സിലായി. നിസ്സഹായതയാണ് ഇതിന്റെ കൂടെ കൂടുക എന്നല്ലാതെ വേറെ മാർഗമില്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തിരുത്താനാവില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായല്ലോ. അതല്ലേ രാജിവെച്ച് പോയത്. തിരുത്താൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം അന്ന് രാജിവെച്ച് പോയത്. ഇതിൽ ഞാൻ മുമ്പ് ചോദിച്ചൊരു കാര്യം, പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന ഒരു രീതിയും തന്ത്രവും എങ്ങനെയാണിതിൽ? പ്രതിപക്ഷ നേതാവ് ഗോൾവാൾക്കറുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ, ആരാ ഗോൾവാൾക്കർ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് 3 ആഭ്യന്തര ശത്രുക്കളാണുള്ളത്: മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറഞ്ഞ വംശശുദ്ധീകരണത്തിൻ്റെ ജർമ്മൻ മാതൃക. അതാണ് ഇന്ത്യയിലെ RSSന് പാഠം, അതാണ് മാതൃക എന്ന് പറഞ്ഞ ഗോൾവാൾക്കറുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ പോയി തിരി കൊളുത്തി നമ്രശിരസ്കനായി കൈകൂപ്പി നിൽക്കാൻ ഒരു മടിയോ മനസാക്ഷിത്വമോ ഇല്ലാത്ത ആളാണ് പ്രതിപക്ഷ നേതാവ്.